2026 നിയമസഭാ ഇലക്ഷനിൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തുമോ? അതോ കോൺഗ്രസിൽ നിന്നും ആരെങ്കിലും മുഖ്യമന്ത്രിയാവുമോ? നമ്മൾക്കൊന്ന് നോക്കാം. ആദ്യം പിണറായി വിജയനിലേക്ക്. അദ്ദേഹം നല്ലൊരു നേതാവായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇതുവരെയും ആർക്കും കൊടുക്കാത്ത ഒരു പ്രിവിലേജ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. കാരണം തുടർച്ചയായിട്ടുള്ള 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കൊടുത്തൊരു അവസരമുണ്ട്. വേറൊന്നും കൊണ്ടല്ല. സാധാരണഗതിയിൽ 5 വർഷം കോൺഗ്രസ്, 5 വർഷം LDF, ഇങ്ങനെയാണ് കേരളത്തിലെ ഭരണരീതി പോയിക്കൊണ്ടിരുന്നത്. അത് കാലാകാലങ്ങളിലായിട്ടുള്ള എല്ലാവർക്കും അറിയാം. 5 വർഷം അവർ ഭരിച്ചാൽ 5 വർഷം ഇവർ ഭരിക്കും, ഇവർ ഭരിച്ചാൽ അവർ ഭരിക്കും എന്ന് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ 2021 നിയമസഭാ ഇലക്ഷനിലാണ് ആ സമവാക്യം എല്ലാം മാറ്റിമറിഞ്ഞത്. വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ ചെന്നു. അതുവരെയായിട്ടും ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇടതുപക്ഷം ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ വരെ ഒരു തരത്തിൽ വാക്കുകൾ മാറ്റി പറയേണ്ടി വന്നു. വീണ്ടും പിണറായി കേരളത്തിന്റെ ക്യാപ്റ്റനായിട്ട് അവരോധിക്കപ്പെട്ടു ജനങ്ങൾ എന്ന് വരെ പറയേണ്ടി വന്നു നിങ്ങൾക്ക്. ഇനി നേരെ ഇടതുപക്ഷത്തിൽ നിന്നും മാറി നമ്മൾ കോൺഗ്രസിലോട്ട് പോവാം. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യം. കാരണം കത്തോലിക്ക സഭ പറയുന്നു, ഞങ്ങൾക്ക് സുധാകരനെ വേണ്ട, ഞങ്ങൾക്ക് സണ്ണിയെ മതി, സണ്ണി ആവണം KPCC അധ്യക്ഷൻ. ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വരെ പങ്കെടുത്ത പാർട്ടിയാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തര ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയിൽ ഇന്ന് സംഭവിക്കുന്ന എന്തൊക്കെയാണ്? ഒരു സംഘടന, ഒരു രാഷ്ട്രീയ സംഘടനയല്ല, ഒരു സമുദായ സംഘടന പറയുന്നു, ഞങ്ങൾക്ക് ഇയാളെ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളെ വേണം KPCC അധ്യക്ഷനാക്കണം എന്ന് പള്ളയിലെ പട്ടയിട്ട അച്ഛന്മാർ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ഇളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. സുധാകരനെ മാറ്റി പകരം സണ്ണിയെ കൊണ്ടുവന്നു. സണ്ണിയെ മാറ്റി ഇനി ആരെ കൊണ്ടുവരും കുറച്ചു കാലം കഴിയുമ്പോൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എതിരാണ് കോൺഗ്രസ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് കേരളയിൽ തന്നെ എടുത്താൽ ഒരു 12 മണിക്കൂർ കൊണ്ട് ഒരാൾ ചെന്നെത്തുന്ന സ്ഥലം, അതായത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാൻ ഏകദേശം ഒരു 12 മണിക്കൂറിൽ കൂടുതൽ ടൈം എടുക്കും. ആ ഒരു ടൈമിൽ 4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കൊണ്ടെത്തിച്ച് തരാം, അതായത് 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അവിടെ എത്താം എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞ് നടപ്പിലാക്കാൻ പോയ പദ്ധതിയായിരുന്നു കേരയിൽ. ആ ഒരു കേരളിനെതിരെ എന്തൊക്കെ സമരമാണ് നിങ്ങൾ നടപ്പിലാക്കിയത്? ജനങ്ങളെ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ പകർത്തി, അതായത് ജനങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേരയിൽ നടപ്പിലാക്കിയാൽ ഞങ്ങളെ വീടും വസ്തുവും പോകും, ഞങ്ങൾക്ക് പൈസ കിട്ടത്തില്ല, കേരയിൽ വേണ്ട, വേണ്ട മക്കളെ വേണ്ട കേരയിൽ എന്ന് വരെ നിങ്ങൾ പറഞ്ഞു പരസ്യമാക്കി അപമാനിച്ചു സർക്കാരിനെ. ഒരു സർക്കാരിനെ അത്രത്തോളം അവഹേളിച്ചു നിങ്ങൾ. എന്നിട്ട് ആ കേരള പദ്ധതി നിങ്ങൾ നടപ്പിലാക്കാൻ അനുവദിച്ചിട്ടില്ല. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത്, നിങ്ങൾക്ക് വികസനമാണോ വേണ്ടത് അതോ വികസന വിരോധമാണോ നിങ്ങൾക്കുള്ളത്? കാരണം വികസന വിരോധം എന്തുകൊണ്ടാണ് നടപ്പിലാക്കുന്നത് നിങ്ങൾക്കറിയാം. കാരണം സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് വരുത്തി തീർത്ത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങി അവിടെ നിന്നുള്ളത് മൊത്തം ഊറ്റിക്കൊണ്ടു പോകാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ അധികാരത്തിൽ ഇരുന്ന സമയം നിങ്ങൾ ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്? ഇപ്പോഴത്തെ സർക്കാർ ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് കൊടുക്കുന്നത് എന്ന് തന്നെ ചിന്തിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന്. എൻ്റെ അച്ഛൻ മരിക്കുന്നവരെ 1650 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളാണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് കുടിശ്ശിക സഹിതം തീർത്ത് തരാൻ അവർ മനസ്സം കാണിച്ചിട്ടുണ്ട്. അതാ പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ എത്ര മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയായിട്ട് പോയത്? എത്ര മാസത്തെ ക്ഷേമ പെൻഷനാണ് നിങ്ങൾ കൊടുക്കാതെ പോയത് എന്ന് തന്നെ എനിക്ക് ചോദിക്കേണ്ടി വരും. കാരണം ചില സമയങ്ങളിൽ ചോദ്യങ്ങൾ അനിവാര്യമാണ്. നമ്മളൊരു MLA എടുത്ത് നോക്കിയാൽ, അതായത് ഉമാ തോമസിനെ തന്നെ പേരെടുത്ത് തന്നെ പറയാം, അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 12 മണിക്കൂർ ചെന്നെത്തേണ്ട സ്ഥലത്ത്, അതായത് 12 മണിക്കൂർ കൊണ്ട് ഒരാൾ ചെന്നെത്തേണ്ട സ്ഥലത്ത് 4 മണിക്കൂർ കൊണ്ട് എന്തിനാണ് ചെന്നെത്തുന്നത്, അതിന്റെ ആവശ്യം എന്താണ് എന്നവർ ചോദിച്ചു. ഞാൻ തിരിച്ച് മേഡത്തിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാറുണ്ട്. മേഡത്തിന് ആക്സിഡന്റ് പറ്റി കിടന്നപ്പോൾ മേഡത്തിനെ ഒരു 2 മണിക്കൂർ താമസിച്ച് ആശുപത്രിയിൽ കൊണ്ടു ചെന്നെത്തിച്ചാൽ ഇന്ന് എന്തായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് അവിടെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം വികസനങ്ങൾ ആവശ്യമാണ് മാഡം. ഈ നാട്ടിൽ വികസനങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരു 10-20 വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ നാട് വെറും വൃദ്ധസദനമായി മാറും. നമ്മുടെ നാട് വെറും വൃദ്ധസദനമാവും. കാരണം വരുന്ന യുവതലമുറ മൊത്തം കുടിയേറ്റം ആരംഭിക്കും, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറും, മറ്റുള്ള രാജ്യങ്ങളിലെ പൗരന്മാരായിരിക്കും. പിന്നെ അവർ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അവരെ അമ്മമാരെ അച്ഛന്മാരെ നോക്കാൻ അവർ വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വരെ വെക്കും. ഞങ്ങൾക്ക് ഈ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഈ വികസനമില്ലാത്ത നാട്, ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ചെന്നെത്തേണ്ട സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ട് ഞങ്ങളെ ചെന്നെത്തിക്കുന്ന ഈ നാട്ടിൽ ഞങ്ങൾ താമസിച്ചിട്ട് ഞങ്ങൾക്ക് എന്തോ കിട്ടാനാണ് എന്ന് ചോദിക്കും യുവതലമുറ. അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ ഉത്തരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടേയിരിക്കും കോൺഗ്രസ്.
അതിനാൽ തന്നെ ഞാൻ പറയുന്നു, കേരളത്തിൽ വികസനങ്ങൾ ആവശ്യമാണ്. വികസനങ്ങൾ തുടരണമെങ്കിൽ പിണറായി വിജയൻ തന്നെ അധികാരത്തിലെത്തണം. അല്ലാതെ തമ്മിൽ തല്ലുന്ന കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ട് കേരളത്തിൽ ഒരു കാര്യവുമില്ല എന്നെല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ തന്നെ അറിയാം. അപ്പോൾ നമോ വാഗം.